ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് BJP സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. ഇതാദ്യമായി ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തിലൂടെ ഏക സിവിൽ കോഡ് നടപ്പാക്കുകയും ചെയ്തു. ഇന്നു മുതൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് എന്താണ് ഏക സിവിൽ കോഡ് എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എല്ലാവർക്കും ഒരു നിയമം, ഇതാണ് പൊതുവെ ഏക സിവിൽ കോഡിനെ കുറിച്ച് ഉള്ള ഒരു പൊതുധാരണ. സത്യത്തിൽ ശരിയുമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു നിയമം എന്ന് പറയുന്നത് ഒരു വിശാലമായ അർത്ഥത്തിലല്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒരു നിയമം തന്നെയാണ്, അല്ലേ? അതെ. ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ക്രിമിനൽ കുറ്റം ചെയ്താൽ ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. അതെ. ഹിന്ദുവിന് വേറെ നിയമം, ക്രിസ്ത്യാനിക്ക് വേറെ നിയമം, മുസ്ലിമിന് വേറെ നിയമം ഇല്ല, ആണല്ലോ. അതെ. അത് ക്രിമിനൽ നിയമമാണ്. മറ്റ് പൊതു നിയമങ്ങളുണ്ട്. സിവിൽ കേസുകളിൽ ഞാനും സിനുവും തമ്മിൽ ഒരു തർക്കം ഉണ്ടായാൽ സ്വാഭാവികമായും നമ്മൾ കോടതി പോകും. അതെ. ഒരു സിനുവും ഒരു മുസ്ലിമും തമ്മിലാണ് തർക്കം ഉണ്ടായാലോ എവിടെ പോവും? അപ്പോഴും കോടതി തന്നെയാണ് പോകേണ്ടത്. ഉടനെ മുസ്ലിം പറയുമോ ഞാൻ ഈ കോടതിയിലെ സിവിൽ കോടതിയുടെ നിയമങ്ങൾ എനിക്ക് ബാധ്യതപ്പെട്ടതല്ല, എനിക്ക് ശരീഅത്ത് നിയമമാണ് ബാധകം, അതുകൊണ്ട് ശരീഅത്ത് പ്രകാരം തീരുമാനിക്കണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ഈ പണത്തിന് പലിശ, ഇതെല്ലാം ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ മുസ്ലിമുകൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നില്ലേ? ഉണ്ടല്ലോ, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിന് പലിശ കിട്ടുന്നുണ്ട്. പലിശ ഹറാമാണ്. അപ്പോൾ ഈ പലിശ വാങ്ങാൻ പാടുണ്ടോ? ഇല്ല. അപ്പം പണത്തിൻ്റെ കാര്യത്തിൽ ശരീഅത്ത് നിയമമല്ല, അല്ലേ? കടം കൊടുക്കുന്നുണ്ട്, കടം വാങ്ങുന്നുണ്ട്. എനിക്ക് രസകരമായി തോന്നി, അടുത്തിടയ്ക്ക് കൊച്ചിയിൽ ഒരു ഇസ്ലാമിക സംഘടനയുടെ സെമിനാർ നടന്നു. ഈ സെമിനാറിൽ ചില മഹാന്മാരായ നേതാക്കന്മാർ, അവരുടെ മഹാന്മാരെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് സത്യമായും ഒരു പൊതുസമൂഹത്തിൽ, ഇന്നത്തെ ആധുനിക പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം പറയുകയാണ്, അതായത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇൻഷുറൻസ് അനിസ്ലാമികമല്ല, അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇൻഷുറൻസിൽ ചേരാം എന്ന്. ഇയാൾ പറയുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ട്, ഇല്ലേ? അതെ. മോട്ടോർ വാഹന ആക്സിഡൻറ്റ് ക്ലെയിം, അല്ലേ? അതെ. വാഹന ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, സ്വന്തം ജീവന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മഹാനായ മനുഷ്യൻ ഇപ്പോഴാണ് പരിശോധിച്ചിട്ട് പറയുന്നത്, അത് ഞങ്ങൾ പരിശോധിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല, ഇനി നിങ്ങളൊക്കെ ചെയ്തെടുത്തോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്ന, ഇദ്ദേഹം പറയാത്തതുകൊണ്ട്, ഇദ്ദേഹത്തിൻ്റെ പച്ചക്കൊടി കിട്ടാത്തതുകൊണ്ട്, ഗ്രീൻ ലൈറ്റ് കത്തിക്കാത്തതുകൊണ്ട് ഇക്കാലം അത്രയും ഇന്ത്യയിലെ ഇസ്ലാമിക വിശ്വാസികൾ ഇൻഷുറൻസിൽ ചേരുന്നില്ല എന്നാണോ ഇദ്ദേഹം കരുതിയത്? അല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിക്കും ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ കുറേ പണം ഇട്ട് കഴിഞ്ഞാൽ ആ പണത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ പണം കിട്ടുന്നു. അതാണല്ലോ നമ്മളിപ്പം ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞ് മരിച്ചിട്ട് അവകാശം കിട്ടാൻ വേണ്ടിയല്ല പോളിസി ചേരുന്നത്. അതും കിട്ടും, പക്ഷേ ഈ പോളിസി വട്ടം എത്തുമ്പോൾ നമുക്കൊരു വലിയ തുക കിട്ടും, നമ്മൾ നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതൽ തുക കിട്ടും എന്ന് കരുതിയിട്ടാണ് ചേരുന്നത്. അപ്പോൾ അതും പലിശ തന്നെയാണ്. ഇപ്പോൾ പലിശ ഹറാമാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കാമോ എന്ന ചോദ്യത്തിനാണ് പുള്ളി ഉത്തരം പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ജാതി മത വ്യത്യാസങ്ങൾ കൂടാതെ ഇൻഷുറൻസ് പോളിസിയിൽ ചേരുന്നുണ്ട്. വണ്ടി ഓടിക്കണമെങ്കിൽ വേണ്ടേ ഇൻഷുറൻസ്? അപ്പോൾ അതും ഈ പറയുന്ന പോലെ ഒരു പണം നിക്ഷേപിച്ച് അതിൻ്റെ മൂല്യം, അതിൻ്റെ ലാഭവിഹിതത്തിൽ നിന്ന് അപകടം പറ്റിയാൽ, അല്ലെ, ഇൻഷുറൻസ് കമ്പനി എങ്ങനെ മോട്ടോർ അപകടം ഉണ്ടായ പണം തരുന്നത്? അവർക്ക് കിട്ടുന്ന പണം അവരെന്ത് ചെയ്യുന്നു? അവർ പലിശയ്ക്ക് കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തും അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഒരു അപകടം ഉണ്ടായാൽ നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി തരുന്നത്. മെഡിക്കൽ ഇൻഷുറൻസും അങ്ങനെ തന്നെയാണ്. ഇൻഷുറൻസ് കമ്പനികൾ അവർക്ക് കിട്ടുന്ന പണം വേറെ മേഖലകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ടാണ് ഈ ക്ലെയിമൊക്കെ തീർപ്പാക്കുന്നത്. LIC അങ്ങനെയല്ലേ? LIC കിട്ടുന്ന കാശ് മുഴുവൻ പെട്ടിക്കകത്ത് വെച്ചിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുകയാണ്. അല്ല, LIC പല ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നുണ്ട്, പല കാര്യങ്ങളിൽ ലോൺ കൊടുക്കുന്നുണ്ട്, ഹൗസിംഗ് ലോൺസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് LIC എന്ത് ചെയ്യുന്നത്? ഈ ക്ലെയിമൊക്കെ സെറ്റിൽ ചെയ്യുന്നത്. അപ്പം ഇൻഷുറൻസും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മുടെ പൊതുജീവിതത്തിൽ പൊതു സിവിൽ നിയമം ഇപ്പോൾ തന്നെയുണ്ട്. ഇല്ലാത്തത് വിവാഹത്തിൻ്റെ കാര്യത്തിലാണ്, അല്ലേ? അതെ. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും വിവാഹമൊക്കെ ഏകീകരിക്കപ്പെട്ടു. വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എത്ര വയസ്സിൽ വിവാഹം കഴിക്കാം? ഇപ്പോൾ ഇറാനിലൊക്കെ 9 വയസ്സിൽ കല്യാണം കഴിക്കാമെന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് പറ്റില്ലല്ലോ. ഇന്ത്യയിൽ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും എത്ര വയസ്സിൽ? 18-21 വിവാഹപ്രായം, ആണല്ലോ. അതെ. അത് മുസ്ലിമിനും ബാധകമാകണം. വിവാഹം, പിന്നെന്താ? വിവാഹമോചനം, മുത്തലാഖ്, തലാഖ് 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 എന്ന് പറഞ്ഞാൽ
വിവാഹമോചനം പറ്റില്ല, അത് നിരോധിക്കപ്പെട്ടു. സുപ്രീം കോടതി തന്നെ നിരോധിക്കാൻ പറഞ്ഞു, നിരോധിക്കപ്പെട്ടു. പിന്നെ ഉള്ളത് എന്താണ്? വിവാഹമോചനത്തിന് നിയമാനുസൃതമായ വഴി തേടേണ്ടി വരും. തലാക്ക് ചൊല്ലി മൊഴി ചൊല്ലൽ പറ്റില്ല പൊതു സിവിൽ നിയമം വന്നപ്പോൾ. ഇനി എന്താണ്? വിവാഹമോചിതയാവുന്ന സ്ത്രീക്ക് ജീവനാംശം കൊടുക്കുന്ന കാര്യത്തിൽ മറ്റെല്ലാവർക്കും കൊടുക്കുന്നത് പോലെയുള്ള നഷ്ടപരിഹാരം, ജീവനാംശം കൊടുക്കേണ്ടി വരും. അതാണ് ഒന്ന്. വിവാഹ നിയമങ്ങളിൽ മാറ്റമുണ്ടാകും പൊതു സിവിൽ നിയമത്തിൽ. രണ്ടാമത്തെ എന്താണ്? വിവാഹമോചനം സംബന്ധിച്ച് കാര്യം ഞാൻ പറഞ്ഞു. ഇനി പിന്തുടർച്ച. ഇപ്പം തന്നെ നോക്കൂ, പൈതൃക സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമില്ല. അത് മാറിയിട്ട് സ്വത്തിൽ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഉള്ളതുപോലെ പെൺമക്കൾ ഉൾപ്പെടെയുള്ള അവർക്ക് പൈതൃക സ്വത്തിൽ അവകാശം ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ വിവാഹപ്രായം, ബാലവിവാഹം നിരോധിക്കും. 9 വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല, 18 വയസ്സാകാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇനി എന്താണ്? ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ദത്തെടുക്കലാണ്. ദത്തെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ദത്തെടുക്കൽ അനുവദനീയമല്ല. എന്നാൽ പോലും ഇപ്പോൾ തന്നെ ഒരുപാട് പേർ, എനിക്കറിയാം, എൻ്റെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളാണ്, ഞാൻ പേര് പറയുന്നില്ല, ഡോക്ടറാണ്, മക്കളില്ല, ദത്തെടുത്തു. അനിസ്ലാമികമാണ്, അനിസ്ലാമികമാണ് നിയമം, അവരുടെ ശരീരത്തിൽ നിയമപ്രകാരം. പക്ഷേ അവർക്കൊരു കൊച്ചിനെ വേണം, അവർ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നു. അങ്ങനെ ദത്തെടുക്കൽ നിയമാനുസൃതമാക്കുന്നു. മനസ്സിലായോ? ഈ ദത്തെടുക്കൽ നിയമാനുസൃതമാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു കുഞ്ഞിനെ, മക്കളില്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്തി നമുക്കൊരു അവകാശം ഉണ്ടാവണം എന്ന് പറയുന്നത്. ഇത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് കോമൺ സിവിൽ നിയമത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനെ എതിർക്കുന്നവർക്ക് വിവാഹം 18 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല, പറ്റില്ല. അത് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ബാധകമായ വിവാഹപ്രായം ആണ് 18. പൊതു സിവിൽ നിയമം വരുമ്പോൾ മുസ്ലിമുകൾക്കും ബാധകമാകുക. അതിനെന്താ കുഴപ്പം? എന്തിനാണ് ഇതിന് എതിർക്കുന്നത്? ഇപ്പം യൂണിഫോം സിവിൽ കോഡിൻ്റെ കരട് ഇപ്പം നടപ്പാക്കാൻ പോകുന്ന ഉത്തരാഖണ്ഡിൽ ലഭ്യമാണ്. അതിനകത്ത് പറയുന്നത് വിവാഹമോചനം, വിവാഹത്തിനുള്ള പ്രായം മറ്റുള്ളവരുടെ പോലെയാക്കുന്നു. അതിൻ്റെ പേരിൽ രാജ്യത്ത് എന്താണ് ഈ മുസ്ലിം നഷ്ടപ്പെടാനുള്ളത്? വിവാഹമോചനം വെറുതെ മൊഴി ചൊല്ലാൻ പറ്റത്തില്ല. വിവാഹമോചനത്തിന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു സമുദായക്കാരും എന്താണോ ചെയ്യുന്നത് അതുപോലെ കോടതി വഴി വിവാഹമോചനം നേടേണ്ടി വരും. അതിനെന്താ കുഴപ്പം? മറ്റുള്ളവർക്ക് ചെയ്യാമെങ്കിൽ എന്താ നിങ്ങൾക്ക് ചെയ്താൽ എന്താ കുഴപ്പം? ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ചെയ്തുകൂടെ? പക്ഷേ നോക്കൂ, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഗുണഭോക്താവ് ആരാണ്? സ്ത്രീയാണ്, അല്ലേ? അതെ. വളരെ ചെറിയ പ്രായത്തിലെ കെട്ടിച്ചു വിടുന്ന അവസ്ഥ മാറിയിട്ട് സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടാൻ അവസരം കിട്ടുന്നു, അവർക്ക് തൊഴിലെടുക്കാൻ അവസരം കിട്ടുന്നു, സ്വന്തം കാലിൽ നിൽക്കുന്നു, പുരുഷൻ്റെ അടിമയായും കൃഷിയിടമായും ജീവിക്കേണ്ടി വരുന്നില്ല. സ്ത്രീ ശാക്തീകരണമാണ് ഞാൻ നോക്കിയിട്ട് ഇതിലൂടെ എല്ലാം സംഭവിക്കാൻ പോകുന്നത്. വിവാഹമോചനം ഒരു കളിപ്പാട്ടം പോലെ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിയാൻ പറ്റുന്ന ഒന്നല്ല സ്ത്രീ എന്ന് മാറുന്നു. ഏത് സ്ത്രീ? ഇസ്ലാമിലെ സ്ത്രീ, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉണ്ടാവും പൊതു സിവിൽ നിയമം വന്നാൽ. ഇനി നമുക്ക് പിന്തുടർച്ച. അവിടെയും ബെനിഫിഷ്യറി എന്ന് പറയുന്നത് മുസ്ലിം വനിതകളാണ്. അവർക്ക് പിതാവിൻ്റെ സ്വത്ത് ആൺമക്കൾക്ക് മാത്രമല്ല പെൺമക്കൾക്കും തുല്യ അവകാശം കിട്ടുന്നു. അപ്പോൾ ശരിക്കും പൊതു സിവിൽ നിയമം, യൂണിഫോം സിവിൽ കോഡ് വന്നാൽ ഈ രാജ്യത്തെ സ്ത്രീകൾ, ഇസ്ലാമിലെ സ്ത്രീകൾ അവർ ശാക്തീകരിക്കപ്പെടും. ഇത് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അവരോട് പറയുന്നത് നിങ്ങളുടെ പൊതു സിവിൽ നിയമം വന്നാൽ നമ്മുടെ മസ്ജിദ് എല്ലാം പിടിച്ചോണ്ട് പോകും. പച്ചക്കള്ളം പറയുകയാണ്. യഥാർത്ഥ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇനി നോക്കൂ, യഥാർത്ഥ കാര്യം പറയുന്നില്ല. ഇനി സംശയമുള്ളവർക്ക് നോക്കാം, ഉത്തരാഖണ്ഡിലെ നിയമം എടുത്ത് നോക്കാം. ഇനി പറയുന്നതറിയോ? ഹിന്ദുക്കളുടെ നിയമം അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുസ്ലിമുകളെല്ലാം എണീറ്റെടുത്ത് വെളുപ്പിനെ എണീറ്റ് കുളിച്ച് കുറിയിട്ട് അമ്പലത്തിൽ പോകണം. അതായിരിക്കണം ഹിന്ദുക്കളുടെ നിയമം. ഹിന്ദുക്കൾക്ക് ആ നിയമമൊന്നുമില്ല, പച്ചക്കള്ളങ്ങൾ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അക്കൂട്ടത്തിന് അതിൻ്റെ വകഭേദമായിട്ട് മറ്റൊന്നുകൂടെ വരും. ബഹുഭാര്യത്വം പറ്റത്തില്ല, ഒന്നിലേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന ആരുടെ അവകാശമാണ്? സ്ത്രീയുടെയാണ്, അല്ലേ? സ്ത്രീയുടെ ആത്മാഭിമാനമാണോ? ഒരാളുടെ 2ാം ഭാര്യയോ 3ാം ഭാര്യയോ ആയി കഴിയണ്ട, എൻ്റെ ഭർത്താവിനെ എനിക്ക് പങ്കുവയ്ക്കണ്ട എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ, ഒരു വീട്ടമ്മയുടെ, ഒരു ഭാര്യയുടെ അഭിമാനമുയർത്തുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പൊതു സിവിൽ നിയമം വന്നാൽ ആർക്കാണ് ഗുണം? സ്ത്രീകൾക്കാണ്, അല്ലേ? മറ്റു സമുദായത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം, അവകാശങ്ങൾ ഇസ്ലാമിലെ സ്ത്രീക്ക് കിട്ടാൻ പോവുകയാണ്. ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഉത്തരാഖണ്ഡിൽ ആദ്യം നടപ്പാക്കാൻ തീരുമാനിച്ചത് ഒരു കണ്ണാടി എടുത്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് സംശയമുള്ളവർ നോക്കൂ, ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഉത്തരാഖണ്ഡിലെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നടപടികൾ, അതിൽ ഏതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത് എന്ന് BJPക്ക് ചോദിക്കാനുള്ള ഒരവസരം പോലെ, ഒരു ടെസ്റ്റ് ഡോസായിട്ടാണ്
പൊതു സിവിൽ നിയമം എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി തർക്കമുള്ളവർ ആരെങ്കിലും ഇത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നെന്ന് പറഞ്ഞാൽ 5 കെട്ടുക അല്ലെങ്കിൽ 4 കെട്ടുക എന്നതാണോ ഒരു ഇസ്ലാമിൻ്റെ അവകാശം? എനിക്ക് എൻ്റെ മകളെ വളരെ ചെറുപ്പത്തിൽ 10 വയസ്സിലും 12 വയസ്സിലും കെട്ടിക്കണം എന്ന് പറയുന്നതാണോ ഒരു ഇസ്ലാമിൻ്റെ അവകാശം? എനിക്ക് എൻ്റെ പെൺമക്കൾക്ക് സ്വത്തൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ആൺമക്കൾക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നതാണോ ഇസ്ലാമിൻ്റെ അവകാശം? ഇനി എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഭാര്യയെ മൊഴി ചൊല്ലും എന്ന് പറയുന്നതാണോ ഇസ്ലാമിൻ്റെ അവകാശം? അതോ എനിക്ക് 3ഉം 4ഉം ഞാൻ കെട്ടുമെന്ന് പറയുന്നതാണോ ഇസ്ലാമിൻ്റെ അവകാശം? ഈ ഇസ്ലാമിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ഈ അവകാശങ്ങൾ ആരുടെ അവകാശം എന്നറിയോ? പുരുഷൻ്റെ അവകാശമാണ്, അല്ലേ? സ്ത്രീക്ക് എന്താ ഉള്ളത്? അപ്പോൾ സ്ത്രീക്ക് അധികാരം കിട്ടുന്ന നിയമ ഭേദഗതിയാണ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുന്ന പൊതു സിവിൽ നിയമം. പുരുഷാധിപത്യം ഇല്ലാതാകുന്നു, അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നു. അവർ അതിനെയാണ് ഇവിടെ താടിയും തലയെക്കെട്ടും വെച്ച ആളുകൾ എതിർക്കുന്നത്. ഇതിനെ ഏത് മുസ്ലിം മതത്തിൽപ്പെട്ട ഏത് സ്ത്രീയോട് ചോദിക്കൂ, വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ച, ദത്തെടുക്കൽ, ബഹുഭാര്യത്വം, ബാലവിവാഹം, ഇതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഒരമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ ആ അമ്മയുടെ മകളെ 9 വയസ്സിലോ 10 വയസ്സിലോ 12 വയസ്സിലോ 13 വയസ്സിലോ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ ഏതമ്മ ആഗ്രഹിക്കും? ആരും ആഗ്രഹിക്കത്തില്ല. ഇസ്ലാമിലെ സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മതനിയമത്തിൻ്റെ പേരിൽ അവർ അത് ശിരസാ വഹിക്കാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ ശരിക്കും ഇന്ത്യയിലെ ഇസ്ലാം സമുദായത്തിലെ സ്ത്രീകളുടെ മുന്നിലുള്ള സൂര്യോദയമാണ് ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് BJP ഒരു സ്റ്റേറ്റിൽ മാതൃകാപരമായി നടപ്പാക്കാം, വേണമെങ്കിൽ ഇന്ത്യ മുഴുവൻ നടപ്പാക്കാം. ഇതിനെ സുപ്രീം കോടതിയിലൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്നറിയോ, സുപ്രീം കോടതി നിരവധി തവണ ജോൺ വള്ളമറ്റത്തിൻ്റെ കേസിൽ, സരള മുഗ്ദലിൻ്റെ കേസിൽ പല തവണ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊതു സിവിൽ നിയമം നടപ്പാക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ഭരണഘടനയിൽ നിങ്ങൾ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയും. പക്ഷെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയോട് കൂടിയുണ്ട്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന അടിച്ചേൽപ്പിക്കൽ കാര്യം ഈ മുസ്ലിം ഭൂരിപക്ഷ പുരുഷ വിഭാഗത്തിൻ്റെ ഇത് നഷ്ടപ്പെടും. അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതെ, ഞാൻ പറഞ്ഞതല്ല. ഭരണഘടനയെക്കുറിച്ച് പറയുന്നവർ ഭരണഘടനയ്ക്ക് ഡയറക്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി സർക്കാർ നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നടപ്പാക്കേണ്ടുന്നത് സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നത്. അക്കൂട്ടത്തിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസിൽ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് പൊതു സിവിൽ നിയമം കൊണ്ടുവരണമെന്ന്. ഭരണഘടനയിൽ തന്നെ ഉണ്ട്. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇപ്പോൾ നടപ്പാക്കുകയാണ്. അത് നടപ്പാക്കണമെന്ന് ഇന്ത്യയിൽ 1 ഡസനിലേറെ തവണ സുപ്രീം കോടതിയും വിവിധ സംസ്ഥാനത്തെ ഹൈക്കോടതികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതു സിവിൽ നിയമം കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഏതായാലും ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് ഒരു സൂര്യൻ ഉദിച്ചു വരികയാണ്. ആ സൂര്യോദയം ഉത്തരാഖണ്ഡിൽ ആരംഭിച്ചിരിക്കുന്നു. മോദി സർക്കാർ അതിധീരമായി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടം ഇന്ന് ഉത്തരാഖണ്ഡിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ സ്ത്രീകൾ മറ്റെല്ലാ സമുദായത്തിലെയും പെട്ട സ്ത്രീകളെ പോലെ ശിരസുയർത്തി അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഉത്തരാഖണ്ഡിലെ പൊതു സിവിൽ നിയമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.